Hi guys, welcome to Yet another episode of Josh Stories. എന്തിനാ പൊങ്ങി? എനിക്കറിയില്ല, ചുമ്മാ പൊങ്ങാൻ പറ്റുന്ന പൊങ്ങിയതാ. Yeah. അപ്പോൾ ഗൈസ് ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയൊരു ട്രെയിലർ റിവ്യൂ ആയിട്ടാണ് ഞങ്ങൾ. എന്താ ട്രെയിലറിന്റെ പേര്? രാജിയേട്ടാ ഇവിടെ നടന്ന സംഭവം. നടന്ന സംഭവം ബിജു മേനോൻ അഭിനയിച്ചിട്ടുള്ള നടന്ന സംഭവം. പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോ ഒരു ഇത് കണ്ടതാണ്. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. സോ വിൽ ബി റിയാക്ടിങ് ടു ഈ നടന്ന സംഭവം ട്രെയിലർ. നടന്ന സംഭവം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്, വളരെ വ്യക്തമല്ലായിരിക്കും കേട്ടോ. നമ്മൾ തൃശ്ശൂർ പൂരം കണ്ടാൽ എങ്ങനെ അതായിരുന്നു അവസ്ഥ. പേര് ശ്രീകുമാരൻ എഞ്ചിനീയർ പണിക്കും നല്ല നടുവേനൊക്കെയുള്ള ആളായിരിക്കും. ഉണ്ണി ഒരു നല്ല ലിസ്റ്ററാണ്. അല്ല, ഇതൊക്കെ എങ്ങനെ അറിയുന്നത്? മാതാപിതാ ഗൂഗിൾ ദൈവന്നല്ലേ. എങ്ങനെയുണ്ട് ഉണ്ണിയേട്ടൻ? ഉയരല്ലേ? അജിത്തും ടീമുമായിട്ട് ഉണ്ണിക്ക് അത്ര അടുപ്പല്ലേ? അടുപ്പക്കുറവൊന്നുമില്ലടി. നമ്മുടെ വൈഫ് സെറ്റാക്കിയ തലക്കകത്തൊരു മനസ്സിലാക്കും. ഉണ്ണിയത്തിനല്ല അജിച്ചേട്ടൻ. തലയ്ക്കകത്തൊരു മനസ്സിലായി. ഇന്ന് രാവിലെ നടന്ന സംഭവം നിങ്ങൾ കണ്ടായിരുന്നു. നടന്ന സംഭവത്തിന്റെ ബിഗ് സെക്ഷൻ ഉണ്ണിയേട്ടനാ? സാർ ആദ്യം കൊടുക്കേണ്ട കേസല്ലേ. ഉണ്ണിയപ്പോ നല്ലവനായ ഉണ്ണിയാണ് നിങ്ങളോട് തോന്നുന്നില്ല. ഉണ്ണിയെ ചവിട്ടിത്തേപ്പിന് മാത്രം ഒരു കുറവുമില്ല. വിളിച്ചിട്ട് പോടാ. ആലോചിക്കുന്ന കുറെ വർഷത്തെ ഒരു പൊലിമതി കാണുന്നു. അന്വേഷിച്ചത് റോൾ ചെയ്യുന്നതായിട്ട് കാണുന്നതും കുറെ നാളെ. കുറെ വർഷത്തെ നടന്ന സംഭവം. ഫിനിഷ്ഡ്. യാ ഗൈസ്, അപ്പം നടന്ന സംഭവത്തിന് ട്രെയിലർ കണ്ടു. ഇറ്റ് ഈസ് ക്വൈറ്റ് ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് എൻഗേജിങ്. നല്ലൊരു ഫ്ലോ ഉണ്ട് ട്രെയിലറിന്. ആൻഡ് സിനിമ റിലീസ് ചെയ്യുന്നത് ഇസ് ഓൺ 21st June. Yes, വേൾഡ് വൈഡ് റിലീസ് ഉണ്ടോന്ന് അറിയില്ല. ഒന്നും മെൻഷൻ എനിത്തിങ് അബൌട്ട് ദാറ്റ് ഒന്നും നോക്കണമല്ലോ. ഇല്ലെന്ന് തോന്നുന്നല്ലേ. Just put it on big screen. തൊട്ടപ്പം വരും. സോ ഈ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് വിഷ്ണു നാരായൺ. അസുര വിത്ത് വെള്ളിമൂങ്ങ, സക്രിയുടെ ഗർഭിണികൾ, പിന്നെ മർഡോണ. ഇത് ഇങ്ങനത്തെ ഈ പടങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ഫീൽ ഗുഡ് പടങ്ങളുടെ ഒരു സീരീസ്. ആ പുള്ളിയുടെ ഒരു മെയിൻ ഒരു ലൈൻ ഓഫ് മൂവി അല്ലെങ്കിൽ സ്ട്രീം ഓഫ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു ഇതൊരു ഫീൽ ഗുഡ് ഒരു ട്രെയിലർ കണ്ടാൽ നമുക്ക് എന്തായാലും ഒരു ഫീൽ ഗുഡ് മൂവി ഒരു സെറ്റപ്പാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എനിക്കിതിൻ്റെ കാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു സെറ്റ് ഓഫ് കാസ്റ്റാണ്. ഏറ്റവും അട്രാക്റ്റീവ് ആസ് ബിജു മേനോനാണ്. അപ്പോൾ ബിജു മേനോൻ ഉള്ളതുകൊണ്ട് തന്നെ ബിജു മേനോൻ്റെ ഒരു കോമഡി ലൈൻ. ബിജു മേനോൻ ഒത്തിരി സൈഡ്സ് ഉണ്ടല്ലോ. ഇറ്റ്സ് ലൈക്ക് വി കാൻ കാറ്റഗറൈസ് ഹിം ഇൻ ടു വൺ പെർട്ടിക്കുലർ. പുള്ളി കോമഡി ചെയ്യുന്നതാണ്, പുള്ളി സീരിയസ് ആണ്, പുള്ളി ആക്ഷനാണ്. ഇങ്ങനെയൊന്നും ചെയ്യാതെ പുള്ളി ഭയങ്കര ഫ്ലെക്സിബിൾ ആൻഡ് വെഴ്സറ്റൈലാണ്. പുള്ളി ഏത് മൂവിയിൽ ഏത് സൈഡാണ് പുള്ളിയുടെ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണെന്ന് തോന്നുന്നു. സോ എനിക്ക് കണ്ടിട്ട് കുറച്ച് കോമഡി ഒക്കെ ഉള്ള ഒരു ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബിജു മേനോനെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട്. പിന്നെ സുരാജ് വെഞ്ഞാറമ്മൂടുണ്ട്. സുരാജ് വെഞ്ഞാറമ്മൂട് ഇത് പുള്ളിയുടെ ഒരു കോമഡി സൈഡ് അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഒത്തിരി സീരിയസ് റോളും അല്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈ പടത്തിൽ. പിന്നെ ശ്രുതി രാമചന്ദ്രനുണ്ട്.
പിന്നെ ലിജോ മോൾ ഉണ്ട്. അപ്പോൾ എനിക്ക് ശ്രുതി രാമചന്ദ്രൻ്റെ പടങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഷീ സോ ബ്യൂട്ടിഫുൾ. നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് വരുന്ന ഫ്രെയിംസിലൊക്കെ ഇങ്ങനെ പുള്ളിക്കാരിയെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും. കാരണം അഭിനയവും കാണാൻ നല്ല രസമാണ്. പിന്നെ പുള്ളിക്കാരനെ കാണാനും ഭയങ്കര വൃത്തിയല്ലേ, എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. സോ അത് അവരൊക്കെയാണ് മെയിൻ സ്ട്രീം മെയിൻ ആക്ടേഴ്സ് കാസ്റ്റിൽ. പിന്നെ ജോണി ആന്റണി ഉണ്ട്, ലാലു അലക്സ് ഉണ്ട്. ലാലു അലക്സിനെയൊക്കെ ഒരു നല്ല ഒരു കാണുന്നത് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ അടുത്ത് ഏതാണ് ഓർമ്മയില്ല, അത് ഓർത്തെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് കുറച്ച് നാളായില്ലേ ഒരു അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ ചെയ്തു എന്ന് പറയുന്നത് കുറച്ച് നാളായെന്ന് എനിക്ക് തോന്നുന്നു. സോ ലാലു അലക്സ് ഉണ്ട് ഇതിനകത്ത്. സോ അതാണ് എന്തായാലും 21-ാം തീയതിയാണ് പടത്തിൻ്റെ റിലീസ്. എനിക്ക് നല്ലൊരു ഫീൽ ഗുഡ് കോമഡി പടം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് കുറേ സ്ഥലത്തൊക്കെ ഒരു ഫെമിനിസ്റ്റായ ഭർത്താവ് എന്ന് പറയുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് എന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, നെയ്ബർഹുഡ് ഉണ്ടല്ലോ, ഇങ്ങനെ ആ ഒരു റെസിഡൻഷ്യൽ നെയ്ബർഹുഡിനകത്ത് നടക്കുന്ന ഒരു കഥയാണെന്ന് തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട്. അപ്പോൾ എന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഫാമിലീസ് തമ്മിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കമ്പാരിസൺ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ അടുത്ത് ജീവിക്കുന്ന ഒരു ഗേറ്റഡ് കോളനി പോലെ ആകുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കമ്പാരിസണും അപ്പോൾ നടക്കുന്ന ഇവൻറ്റ്സും ഒക്കെ ആണെന്നാണ് മനസ്സിലാവുന്നത്. സോ എനിക്ക് ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് ഇതിനകത്തുള്ളത് ബിജു മേനോനാണ്. ബിജു മേനോന്റെ ഒരു എല്ലാ പടങ്ങളും അടിപൊളിയല്ലേ. സീരിയസ് ആയിട്ടും കോമഡി ആയിട്ടൊക്കെ നല്ല എന്താ പറയാ, ഈ എണ്ണയിൽ പപ്പടം വറക്കുക പോലെ പുള്ളിക്കാരൻ ചെയ്യുന്നത്. അത്രയും സിമ്പിൾ ആയിട്ട് ഹി മേക്സ് ഇറ്റ് ലുക്ക് സോ ഈസി. കാര്യം കഴിഞ്ഞു. എഫേർട്ട്ലെസ് ആക്ടർ അല്ലേ പുള്ളിക്കാരൻ. ആൻഡ് ഹീ ഈസ് സോ ഫ്ലെക്സിബിൾ, ഹീ ഈസ് വെർസറ്റൈൽ. എന്ത് ക്യാരക്ടറും എടുക്കാൻ ലൈക്ക് ഹീസ് ലൈക്ക് എ വാട്ടർ. എന്തിലേക്ക് ഒഴിച്ചാലും ആ ഒരു ഷേപ്പ് എടുക്കുന്ന ഒരു മനുഷ്യനാണ്. തലവൻ. ഈ തലവനീന്ന് ഈ ഒരു ട്രെയിലർ കണ്ട ഇറ്റ്സ് ലൈക്ക് ഒരു ഭയങ്കര അന്തരമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടർ, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷെ ഈ ജോണറും ക്യാരക്ടറും ഒക്കെ, പക്ഷെ ഇതിൽ രണ്ടിലും പുള്ളി നല്ലതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു 100% പുള്ളി ജസ്റ്റിസ് കാണിച്ചാണ് ആക്ട് ചെയ്യുന്നത്. കാരണം വി ക്യാൻ നെവർ പുട്ട് ഹിം ഇൻ ടു വൺ കാറ്റഗറി. ഇഫ് ഹീസ് എ സീരിയസ് ആണോ, കോമഡി ആണോ, ആക്ഷൻ ആണോ, പിന്നെ എന്നാ അങ്ങനെ എനിക്കൊരു ഡാൻസ് കളിക്കത്തില്ലെന്ന് തോന്നുന്നല്ലേ, എനിക്കറിയത്തില്ല, അത് ഞാൻ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ബട്ട് അങ്ങനെ എല്ലാം ചെയ്യാൻ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുന്നത്, മോസ്റ്റ് എന്നല്ല, ഹീസ് എൻ അണ്ടർ റേറ്റഡ് ആക്ടർ ഐ ഫീൽ. He does a lot of stuff. People think of him as a very underrated, but actually ഒരു all-rounder എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു മൂവി എനിക്കിപ്പോഴും ഓർമ്മയില്ല. അപ്പൊ പുള്ളിക്കാരൻ എല്ലാ പാട്ടിലും പുള്ളിക്കാരന്റെ എക്സ്പ്രഷൻസ് അടിപൊളിയാണ്. കോമഡിയിൽ നിന്ന് സീരിയസിൽ നിന്ന് കോമഡി ആവാനും. ഓ മൈ ഗോഡ്, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോണ്ട് നിൽക്കാതില്ല, ബിജുമേനോന്റെ എല്ലാ പടത്തിലും ഡാൻസ് കളിക്കുന്നില്ല. പുള്ളിക്കാരൻ ഇമോഷനായിട്ട് ഇങ്ങനെ കൈകൊണ്ട് അല്ലെങ്കിൽ അവിടെ നടന്നു പോകുന്നതോ ഇവിടെ നടന്നു പോകുന്നതോ, കണ്ണീന്ന് വെള്ളം വരുന്നതോ, അല്ലെങ്കിൽ ചിരിക്കുന്നതോ, അല്ലെങ്കിൽ കൈ ഇങ്ങനെ പോകുന്നതോ, അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വെള്ളം അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പോകുന്നതോ അല്ല. ഒരു പടത്തിൽ ഡാൻസ് കളിക്കുന്നുണ്ട്, ഏതാണെന്നറിയാമോ? ബയ്യ ബയ്യ. ഞാൻ പറയാൻ വരുന്നത്, എനിക്ക് കുഞ്ചാക്കോ ബോബന്റെയും ബിജുമേനോന്റെയും കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അവര് സിനിമകൾ ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം അത് കോംബോ ആ കെമിസ്ട്രി നന്നായിട്ട് വർക്ക് ഔട്ട്. ദിലീപും ബിജുമേനോനും ഒരു പടമല്ലേ ഉള്ളൂ. ദിലീപും ബിജുമേനോനും അല്ല, ദിലീപൻ ബിജുമേനോൻ, മേരിക്കൊണ്ട് ഒരു കുഞ്ഞാട്. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ കുറച്ചുകൂടെ റെലവെന്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ് ഈ കോംബോ ആണ് പൃഥ്വിരാജും ബിജുമേനോൻ. ഒന്ന് പോയി, ഞാൻ ഒന്നല്ല പറഞ്ഞത്. റെലവെന്റ് ആയിട്ടുള്ള ഇപ്പൊ റെലവെന്റ് ആയിട്ടുള്ള ഒരു തിങ്ങാണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത്. ഒത്തിരി സ്യൂഡോ ഫെമിനിസ്റ്റ് ആൾക്കാരുണ്ട്. അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു തോട്ട് ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പറയുന്നതും ഉള്ളതായിട്ട് എനിക്ക് തോന്നി.
സോ ഈ ഒരു മൂവി കുറച്ചുകൂടെ അതിനെപ്പറ്റി എല്ലാവർക്കും ഐഡിയ, കാരണം സിനിമ എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരിലേക്കും എത്താൻ പറ്റുന്ന ഒരു മീഡിയം ആണല്ലോ, ഒരു മീഡിയ ആണ്. സോ ലൈക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അതിനകത്ത് ഈ ഒരു മീഡിയം എത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സിനിമ ആ ഒരു കറക്റ്റ് മെസ്സേജ് അവർക്ക് ലൈക്ക് എല്ലാവരിലേക്കും വാട്ട് ഈസ് ഫെമിനിസം എന്നൊക്കെ എത്തിക്കാനായിട്ടുള്ളൊരു സിനിമ ആവട്ടെ എന്ന് വിചാരിക്കുകയാണ്. അത് വളരെ സംഭവം, അത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബട്ട് എത്ര പേര് ഈ സിനിമയിൽ അല്ലെങ്കിൽ എത്ര സിനിമയിൽ നല്ല നല്ല മെസ്സേജസ് വന്നിട്ടുണ്ട്, പക്ഷെ എത്ര പേര് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്? Yeah, but it's different when we Okay, yeah. educate people Yes, I and was gonna give say that, message. It's different, right? Yes. So it's good if they could educate people in the right way. And what is this? കാരണം ഇപ്പോൾ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഫെമിനിസം എന്ന് പറയുന്നത്. സോ അത് കുറേ അടുത്ത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള സ്ഥിതിക്ക് ഇതെന്താണ് ശരിക്കും ഇതെന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ, ലൈക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആർക്കും അറിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡു നോ ദാറ്റ്, ലൈക്ക് ഒരു 75% ആൾക്കാർക്ക് അറിയാമെന്ന് തന്നെ ചിന്തിക്കുവാണ്. പക്ഷെ അറിയാത്തവർക്കും തെറ്റായി ധരിച്ചിരിക്കുന്നവർക്കും ഇതാണെന്ന് മനസ്സിലാക്കിച്ച് കൊടുക്കാൻ ഈ സിനിമയ്ക്ക് പറ്റുവാണെങ്കിൽ നല്ലത്. അഗെയിൻ വി ഡോണ്ട് നോ ഇതിനകത്ത് എന്താ പറയണമെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല. ബട്ട് വി തിങ്ക് ഈ ഒരു ഫെമിനിസ്റ്റ് ആണ്. സോ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു നല്ല ഫീൽ ഗുഡ് മൂവി ആയിരിക്കും, നമുക്ക് ഫാമിലി ആയിട്ട് പോയി അല്ലേ തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും എന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. എനിക്ക് മലയാളത്തിലെ മാസുകളിനേക്കാളൊക്കെ ഇഷ്ടം മലയാളത്തിലെ ഫീൽ ഗുഡ്സ് ആണ്. എൻ്റെ ഒരു കൈൻഡ് ഓഫ് ജോണർ അതാണ്. അപ്പം അതുമല്ല ഈ മലയാളത്തിലെ ഫീൽ ഗുഡ്സിനൊരു പ്രത്യേക മാജിക് ഉണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിളാണ്. എനിക്ക് എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് മലയാളത്തിലെ ഫീൽ ഗുഡ് നമ്മൾക്ക് കാണുമ്പോഴത്തേക്ക്. ആ കഥ നമ്മുടെ നിന്ന് വിട്ടു പോകാൻ ഒരു 1-2 ദിവസം പിടിക്കും. എനിക്ക് മാസ് പടങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് അത് പൊടി തട്ടിപ്പോവും. പക്ഷേ എനിക്ക് അതിന് ഫീൽ ഗുഡിൻ്റെ കഥകൾ എനിക്ക് കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരു 2-3 ഡേയ്സ് എൻ്റെ തലയിൽ ഇങ്ങനെ നിൽക്കും. സോ ഐ ഫീൽ ദിസ് ഷുഡ് ബി സംതിങ് ലൈക്ക് ദിസ്, ലെറ്റ് ഇറ്റ് ബി സംതിങ് ലൈക്ക് ദാറ്റ് ആൻഡ് ഐ എക്സ്പെക്ട്. ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണും. ഇതിൻ്റെ അകത്ത് ട്രെയിലറിൻ്റെ അകത്ത് കാണുന്നുണ്ട് ബിജുമേനാണ് ആർക്കിട്ടോ എന്തോ അലക്കടി കിട്ടുന്നത് ഇടി കിട്ടുന്നതും അതിനെ ബേസ് ചെയ്താണോ അറിയില്ല. കാണിക്കുന്നത് ബിജുമേൻ പരിക്ക് പറ്റി, പിന്നെ പോലീസ് സ്റ്റേഷന്റെ പിന്നെ അന്വേഷണം അതിനെ ബേസ് ചെയ്തായിരിക്കും കേട്ടോ. എന്തോ സംതിങ് ബിജുമേന്റെ സൈഡിലുള്ള ഒരു മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പക വീട്ടിലോ അല്ലായിരിക്കാം. സോ നമുക്കറിയില്ല, കുറേ ഒരു സെറ്റ് ഓഫ് ലോട്ട് ഓഫ് ഇവന്റ്സ് കാണിക്കുന്നുണ്ട്. സോ വി ഡോണ്ട് നോ വാട്ട് ദാറ്റ് ഈസ്. അഗെയിൻ ഒരു ഫെമിനിസം തന്നെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. ആണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ 2 മിനിറ്റ് മുകളിലുള്ള ഒരു ട്രെയിലറാണ്. ഒത്തിരി സീൻസ് കാണിക്കുന്നുണ്ട്, ഒത്തിരി ഫ്രെയിംസ് അവർ കാണിക്കുന്നുണ്ട്. ഈ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അനൂപ് കണ്ണനാണ്. ജവാൻ ഓഫ് വെള്ളിമലയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത മനുഷ്യനാണ്. എന്തോ കണ്ണൻ സ്റ്റോറീസോ അനൂപ് കണ്ണൻ സ്റ്റോറീസോ അങ്ങനെ ഇതിന്റെ ഇൻസ്റ്റാഗ്രാം ആണോ എനിക്കറിയില്ല. ഞങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്രയൊക്കെ ഇൻഫർമേഷൻ ആണ് ഗൈസ് കിട്ടിയത്. അത്രയൊക്കെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഗൈസ് എക്സ്പെക്ടിങ് ദിസ് മൂവി ടു ബി one of good like best feel good films of Biju Mehra and Suraj Anjarmood. Lalu Alexine surprising. So അതൊക്കെയുള്ളൂ ഗൈസ്. സോ ഗോ വാച്ച് നടന്ന സംഭവം ഇൻ തിയേറ്റേഴ്സ് ഓൺ 21st June. നമുക്ക് ഇവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല, ഉണ്ടെങ്കിൽ വിൽ ബി ഓൾസോ വാച്ചിങ് ആൻഡ് ഇഫ് പോസിബിൾ വിൽ ഗിവ് എ റിവ്യൂ. ആണ് ഗൈസ്, അതും കൂടെ നോക്കിയപ്പോഴാണ് കേട്ടോ, ഗൂഗിളിൽ നോക്കിയിട്ടോ. ഗൂഗിളിൽ നോക്കിയിട്ട് വേൾഡ് വൈഡ് റിലീസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ബട്ട് ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. Hope for the best and prepare for the worst. അത്രയ്ക്ക് വേണ്ടായിരുന്നു സിനിമയല്ലേ. Hope for the best. Hope for the best. It's going to be a worldwide release. Yes. So അതൊക്കെയുള്ളൂ ഗൈസ്. So this is George Stories signing off. Bye. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് അറിയിക്കുക. Guys, like and subscribe please. സക്രിയയുടെ ഗർഭിണികൾ
സക്രിയയുടെ ഗർഭിണികൾ. സക്രിയയുടെ സക്രിയയുടെ ഗർഭിണികൾ. അത് തന്നെ ഞാൻ ഇനി പറയണില്ല. സക്രിയയുടെ ഗർഭിണികൾ. സക്രിയയുടെ ഗർഭിണികൾ. ശരി, ഞാൻ പറഞ്ഞിട്ടില്ല. ശരി. അപ്പം അത് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് വിഷ്ണുനാരായൺ. എന്താ പറയാതെ? ഞാൻ വേറെ ഡയറക്ടറോട് അല്ല, 4-5 എണ്ണം ഉണ്ടല്ലോ ഡയറക്ടറെ. അറിയാൻ പറ്റത്തില്ല.